ഞാൻ പോകുന്നിടത്തൊക്കെ നിങ്ങളെയും കാണുന്നുണ്ടല്ലോ. നമ്മൾ തമ്മിൽ വല്ല ബന്ധമുണ്ടായിരിക്കാം. കേട്ടോ സുധാ, ഞാൻ ആപത്തിൽപ്പെട്ട സമയത്തൊക്കെ ഈ മനുഷ്യനാണ് എന്നെ സഹായിച്ചിട്ടുള്ളത്. സർവീസ് ചാർജ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് മിസ് സുധ, എന്റെ ഗേൾഫ്രണ്ട്. ഹലോ. By the way, this is Madeline, my girlfriend. ഹലോ ഹലോ. ഏതായാലും നിങ്ങളുടെ സ്വർഗത്തിലെ കട്ടുറുമ്പാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ അവിടെ പോയി കളിച്ചോളാം. ഓക്കെ? Oh my darling. Yes. Coming. Just a second. Okay. Hello. Take a seat. How is that way here? സുരേഷിനെ ഒന്ന് കാണാൻ. എന്തിന്? പറയാം സുരേഷ്. അതെ ഡ്രിങ്ക്. നോ താങ്ക്സ്. എനിക്ക് ആ ഡയമണ്ട് സോഡ് തിരിച്ചു കിട്ടണം. നടക്കാൻ പറ്റാത്ത കാര്യത്തിനെ കുറിച്ച് എന്തിനാ സംസാരിക്കുന്നത്? നടക്കും. എങ്ങനെ? സുരേഷ് മനസ്സ് വെച്ചാൽ. ഞാൻ മനസ്സ് വെക്കേണ്ട കാര്യം? അർഹിക്കുന്ന പ്രതിഫലം ഞാൻ സുരേഷ് തരും. അതുകൊണ്ട് പക്ഷേ ഒന്നും ആലോചിക്കാനില്ല സുരേഷ്. നമ്മൾ ഇരുവരും കേരളത്തിൽ നിന്ന് വന്നവരാണ്. പരസ്പരം സഹായിക്കേണ്ടത് കേവല മര്യാദയല്ലേ? അതെ. വലിയപാടൻ ദേവീക്ഷേത്രത്തിലെ സ്വത്താണ് ആ വാൾ. അത് അന്യരുടെ കയ്യിലെത്തുന്നത് സുരേഷിനും എനിക്കും അഭിമാനകരമല്ല. നമ്മുടെ നാടിനു വേണ്ടി സുരേഷ് ചെയ്യണം. What do you say? എന്താണ് ആലോചിക്കുന്നത്? ഒന്നുമില്ല. Well, just a minute. By the by, വലിയപാടൻ ഗ്രാമം വിശ്വസിച്ച് അറിയാമോ? അറിയില്ല. നമ്മുടെ നാടിന്റെ പൊതുസ്വത്ത് വിദേശികളുടെ കയ്യിലെത്തിക്കാനാണ് പ്രേമിന്റെ പ്ലാൻ. നാം സമ്മതിക്കാൻ പാടില്ല. ഓൾറൈറ്റ്. അപ്പോൾ ചൈനക്കാരന്റെ കയ്യിൽ നിന്നും ഞാൻ ആ വാൾ തട്ടിയെടുക്കണം അല്ലേ? എക്സാക്ട്ലി. ശരി. എനിക്കെന്ത് തരും? $5,000. No. 7,500. Why don't you make it a round figure? What? Hey, look. $10,000. Okay. Well, it's a deal. Done. എങ്ങനെയെങ്കിലും ആ വാളന്റെ കയ്യിലെത്തണം. വലിയപാടം ദേവീക്ഷേത്രത്തിലെ വാളല്ലേ? എന്റെ ജീവൻ പണയപ്പെടുത്തിയെങ്കിലും ആ വാൾ ഞാൻ തട്ടിയെടുത്തു. അഡ്വാൻസ് വേണ്ട. ജോലി തീർന്ന ശേഷം വാങ്ങിച്ചോളാം. വെരി വെൽ. സുരേഷിനെ ഇനി എപ്പോൾ കാണും? വാൾ എന്റെ കയ്യിൽ കിട്ടിയാൽ ഉടനെ. വെരി വെൽ. മെർലിൻ പ്ലാസ, അപ്ടെക് നമ്പർ 8. Okay? Okay. Well, see you. All the best. Sure. Good. This is the man whom I am expecting. The man of Kamal Shah.
Mr. Raj? Yes, I am. KR, get him some drinks. Yes, sir. ചൂടുള്ളതോ തണുത്തതോ? No, thanks. Business first. I brought money for you, 2 crores. Oh, 2 crores? You are correct. KR, get him the sword. You are going to become a very big millionaire. Sword is not there. It means things. Kiếm đâu? Kiếm đâu? Mày để mất kiếm rồi, $1 triệu $1. Để đâu? Sorry, sir. ആ ചൈനക്കാരന്റെ കയ്യിൽ നിന്നും വജ്രവാൾ ആരോ കടത്തിക്കൊണ്ടുപോയിരിക്കുന്നു. ഏയ്, ഇതുകൊണ്ടൊന്നും എന്റെ പ്രേമിന്റെ മനസ്സ് തളരാൻ പാടില്ല. സുധേ, ഞാൻ അത്യാവശ്യമായി പുറത്തേക്കൊന്ന് പോവുകയാണ്. ഇവിടുത്തെ പോലീസ് ചീഫിനെ എനിക്കൊന്ന് കാണണം. ഞാൻ പോയിട്ട് ഉടനെ വന്നേക്കാം. എളുപ്പം വരുമോ? എന്താ? സുധേ, ജീവൻ പണയപ്പെടുത്തി എങ്ങനെയാണ് സുരേഷ് ഇതെല്ലാം ചെയ്യുന്നത്? ഈ കാര്യത്തിന് വേണ്ടി എന്തൊക്കെ അപകടങ്ങൾ സംഭവിച്ചാലും ഞാനിതിൽ നിന്ന് പിന്മാറില്ല. ആവശ്യത്തിന് പണം നമ്മുടെ കയ്യിലുണ്ടല്ലോ. പണത്തിന് വേണ്ടിയല്ല മാലിൻ ഞാനിത് ചെയ്യുന്നത്. ഇതെന്റെ കടമയാണ്. എന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും ഈ വാൾ മറ്റൊരാൾ സ്വന്തമാക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്തിനാ ഇത്ര വാശി? വാശിയുണ്ട്. ഞാൻ എന്റെ കഴിഞ്ഞ കാലം മനഃപൂർവ്വം മറന്നു ജീവിക്കുകയായിരുന്നു. ഈ വാൾ എന്നെ പലതും ഓർമ്മപ്പെടുത്തി. How? യു വോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഈ വാള് എന്റെ ഗ്രാമത്തിലെ ദേവീക്ഷേത്രത്തിലേതാണ്. ഇത് കാണുമ്പോൾ എനിക്കെന്റെ അച്ഛനെയും അമ്മയെയും ജ്യേഷ്ഠനെയും എല്ലാം ഓർമ്മ വരികയാണ്. എനിക്കെല്ലാവരും ഉണ്ടായിരുന്നു മാഡ്ലിൻ. പക്ഷേ ഞാനതെല്ലാം നഷ്ടപ്പെടുത്തി. ചെറുപ്പത്തിൽ ഒരു തെറ്റ് ചെയ്തതിന് എന്റെ അച്ഛൻ എന്നെ ശിക്ഷിച്ചു. വീട്ടിൽ നിന്നും പുറത്തു ചാടിയ ഞാൻ ലക്ഷ്യമില്ലാതെ പലയിടത്തും ഓടി. ആ ഓട്ടം വന്ന് അവസാനിച്ചത് ഇവിടെയാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ തെറ്റുകൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇന്ന് ആദ്യമായി ഒരു ശരി ചെയ്യാനുള്ള അവസരം കിട്ടിയിരിക്കുകയാണ്. എന്റെ ജീവൻ പണയപ്പെടുത്തിയെങ്കിലും ഈ വാള് ഞാൻ എന്റെ ഗ്രാമത്തിലെത്തിക്കും. നീ പുറപ്പെടാൻ തയ്യാറായിരുന്നു. ഞാൻ പോയി ആ സേതുവിന്റെ അടുത്ത് എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ട് വരാം. ഞാൻ എത്രയും വേഗം തിരിച്ചു വരും. ഈ വാള് പ്രത്യേകം സൂക്ഷിച്ചോളാം. സേവ്. I can't leave you. What happened? I can't leave you, Suresh. What happened? Nothing. Hey, I know. You're afraid of something. Look, don't worry. Nothing will happen to you. Okay? Man, I love you.
well, I was expecting you. I know. മിസ്റ്റർ സുരേഷ്, ഞാൻ പ്രതീക്ഷിച്ച സമയത്തിന് മുൻപ് തന്നെ കാര്യം സാധിച്ച് തിരിച്ചു വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. വന്നു എന്നുള്ളത് സത്യമാണ്, പക്ഷേ പോയ കാര്യം സാധിച്ചില്ല. മിസ്റ്റർ സുരേഷ് തമാശ പറയാനും എടുക്കുകയാണല്ലേ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും കാര്യം ഇന്നുവരെ നടക്കാതിരുന്നിട്ടുണ്ടോ? അതോ ഞാൻ തരാവുന്നൊരു സംഖ്യ തരികില്ലെന്ന ഭയമാണോ? ഭയമൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞ മാതിരി ഞാൻ ഇവിടെ എത്തിച്ചേരുന്നതിന് മുൻപ് തന്നെ ആ പ്രേംകുമാർ വാൾ തട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞിരുന്നു. സുരേഷ്, അവൻ എന്റെ കയ്യിൽ ഒതുങ്ങുമെന്ന് ഞാൻ നോക്കട്ടെ. ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. Hey, where are you? Madeline? സുധേ, സുധേ, സുരേഷ്, എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞതിന് ശേഷം മതി. വീണ് കിടക്കുന്നവരെ അടിക്കരുതെന്ന് എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. കമാൺ, ഗെറ്റ് അപ്പ്. താഴെ വീണ് കിടക്കുന്നവന്റെ അടിക്കാൻ പാടില്ലാന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടാ. താഴെ വീണ് കിടക്കുന്നവരെ അടിക്കരുതെന്ന് എന്റെ അച്ഛനും പറഞ്ഞിട്ടുണ്ട്. Get up. വീണ് കിടക്കുന്നവനെ അടിക്കാൻ പാടില്ലാന്ന് അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. Come on, get up.
സത്യം പറയണം. ആരായാലെന്താ? SI കൃഷ്ണൻ നായർ എന്റെ അച്ഛനാണ്. അനിയ അനിയ ഞാനാണടാ നിന്റെ ചേട്ടൻ പ്രേം. ചേട്ടാ, അനിയ ചേട്ടാ, സോറി. നോക്കൂ സുധേ, ഇതാരാണെന്നറിയാമോ? എന്റെ അനിയൻ സുരേഷ്. വരൂ പോകാം. അതെ അമ്മേ, സുരേഷ് നമുക്ക് തിരിച്ചു കിട്ടി. അമ്മയെ ഞാൻ അന്നേ പറഞ്ഞില്ലേ സുരേഷിനെ തിരിച്ചു കിട്ടുമെന്ന്. ആ അമ്മയ്ക്ക് സംസാരിക്കണമെന്നോ? സുരേഷ്, അമ്മയ്ക്ക് സംസാരിക്കണമെന്നോ? സുരേഷ് മോനെ. അമ്മേ, എനിക്ക് സംസാരിക്കാൻ കഴിയില്ല ചേട്ടാ. അമ്മേ, അവൻ സംസാരിക്കാൻ കഴിയുന്നില്ലെന്ന്. ശരി. ആ, അമ്മ കരച്ചിൽ തുടങ്ങി. അമ്മേ, ഇവിടുത്തെ ജോലി തീർത്തോടെ ഞങ്ങൾ പുറപ്പെടും. അത് നിർത്തട്ടെ. നോക്കൂ, നമ്മുടെ മോനെ തിരിച്ചു കിട്ടി. നമ്മുടെ മോനെ തിരിച്ചു കിട്ടി. സുധേ, ഇവൻ സ്നേഹിക്കുന്ന പെണ്ണിനെയും കൂട്ടി അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോൾ നല്ല രസമായിരിക്കും. നിന്റെ കാര്യത്തിൽ എനിക്ക് വിഷമമില്ല, നിനക്ക് മലയാളം അറിയാമല്ലോ. എന്താ സുരേഷ്? എന്റെ മാഡ്ലീന് എന്തെങ്കിലും സംഭവിച്ചിരിക്കുമോ ചേട്ടാ? ഒന്നും സംഭവിക്കില്ല. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് എത്രയും വേഗം സേതുവിന്റെ സങ്കേതത്തിലെത്തും. ഇല്ലെങ്കിൽ വാൾ അവന്റെ കയ്യിൽ നിന്നും ആ ഷായുടെ പക്കലെത്തും. ഓക്കേ.